വരനെ ആവശ്യമുണ്ട് ചെയ്യില്ലെന്ന് തീരുമാനിച്ച ചിത്രം. സുരേഷ് ഗോപി ആ കാരണങ്ങൾ നമ്മളോട് തുറന്നു പറയുകയാണ്. അതിന് കാരണം എന്തെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. വീട്ടിൽ വന്ന ആ സന്ദർശകനെ കുറിച്ചും. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ ചെയ്യുന്നില്ലെന്ന് ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നുവെന്ന് സുരേഷ് ഗോപി തന്റെ ഷൂട്ട് തുടങ്ങുന്ന ആദ്യ ദിനം ഇക്കാര്യം സംവിധായകനായ അനൂപ് സത്തിനെ വിളിച്ച് പറഞ്ഞുവെന്നും അനൂപിന്റെ വാക്കുകളാണ് തന്റെ മനസ്സ് മാറ്റിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പങ്കുവച്ചത്. സിനിമയിൽ നിന്ന് മാറി നിന്ന കാലത്തെക്കുറിച്ചും സുരേഷ് ഗോപി മനസ്സ് തുറന്ന് പങ്കുവച്ചു. നിതിൻ രഞ്ജിപ്പണിക്കർ ആദ്യം സമീപിക്കുന്നത് ലേലം 2ാം ഭാഗം ചെയ്യാനാണ്. ഒരുപാട് വർഷം മുമ്പാണ്. അന്ന് ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛനെ എഴുതി തരുമെങ്കിൽ ഞാൻ അഭിനയിക്കാം. അതുപോലെ ജോഷി സാറും സമ്മതിക്കണം. അതൊക്കെ ശരിയാക്കിക്കൊള്ളാമെന്ന് നിതിൻ പറഞ്ഞു. 2016 മുതൽ രഞ്ജി ലേലം 2 എഴുതുന്നുണ്ട്. എഴുതുന്നതിനേക്കാൾ കൂടുതൽ കീറിക്കളയുകയാണെന്ന് പറയുന്നതായിരിക്കും ശരി. 2018 അനൂപ് സത്യൻ ഒരു ചിത്രവുമായി വരുന്നു. കഥ കേട്ട് ഇഷ്ടപ്പെട്ടു, അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. ആ ചിത്രം താമസിക്കാൻ കാരണം ശോഭന ഡേറ്റ് നൽകാൻ 1 വർഷം എടുത്തത് കൊണ്ടാണ്. കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഷൂട്ടിംഗ് ചെന്നൈയിൽ വേണം എന്നൊക്കെ അവർക്ക് നിബന്ധനയുണ്ടായിരുന്നു. അതിനിടെയാണ് തമ്പാനുമായി നിതിൻ വീണ്ടും വരുന്നത്. തമ്പാനായിരുന്നു ആദ്യം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത് നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഒരാൾ അതിനിടയിൽ വന്നു. അയാളുടെ ഇംഗിതം നടന്നു. ആദ്യം ആ ചിത്രം നടന്നില്ല. ആ ഇടവേളയിലാണ് വരനെ ആവശ്യമുണ്ട് ചെയ്യുന്നത്. ഈ ചിത്രത്തിന്റെ റിലീസ് സമയത്ത് തമ്പാൻ തുടങ്ങി. ഇപ്പോൾ ഞാനല്ല സിനിമ വേണ്ടെന്ന് വെക്കുന്നത്. 2001 അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ മാറി നിന്ന സമയം. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാന കാരണം എന്റെ മനസ്സ് നൊന്നുപോയ ഒരു സിനിമയുടെ റിസൾട്ടാണ് 2ാം ഭാവം. ഞാനിനി സിനിമയിൽ അഭിനയിക്കണോ എന്നതിന്റെ സൂചനയാണോ ആ സിനിമയുടെ പരാജയം എന്ന് പോലും ചിന്തിച്ചു. അതിനുശേഷം കുറെ വർഷം കഴിഞ്ഞ് രഞ്ജി പണിക്കരെ വിളിച്ചു. നമുക്കൊരു സിനിമ ചെയ്യണം, വീണ്ടും എന്റെ ഫ്ലെക്സ് വരണം എന്ന് പറഞ്ഞു. രഞ്ജി 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, സിനിമയൊക്കെ ചെയ്യാം, ഫ്ലെക്സും വരും, പക്ഷേ നീ പഴയതുപോലെ തെറി പറയണം, സിഗരറ്റും വലിക്കണം, അങ്ങനെയുണ്ടെങ്കിൽ ചെയ്യാമെന്ന്. അതിന് രഞ്ജിയോട് പറഞ്ഞ മറുപടി നാട്ടുകാരോട് പറയാൻ കൊള്ളില്ല. ഭരത്ചന്ദ്രൻ IPS സംഭവിക്കുന്നത് അങ്ങനെയാണ്. വരനെ ആവശ്യമുണ്ട് സിനിമ സെപ്റ്റംബർ 30 തുടങ്ങണമെന്നത് അനൂപ് സത്തിന്റെ നിർബന്ധമായിരുന്നു. 1-ാം തീയതി ചെന്നൈക്ക് പോകാൻ തീരുമാനിക്കുന്നു. 2-ാം തീയതിയിലാണ് എന്റെ ഷൂട്ട് തുടങ്ങുന്നത്. ചെന്നൈയിലെ സെറ്റിലേക്ക് പോകാൻ തീരുമാനിച്ച ദിവസം രാവിലെ എന്റെ വീട്ടിൽ ഒരു സന്ദർശകനെത്തി. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അത് കേട്ട് അതിയായ വിഷമം തോന്നിയിട്ട് അനൂപിനെ വിളിച്ചു. ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് അഡ്വാൻസും തന്നിട്ടില്ലായിരുന്നു. നിനക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞു. അപ്പോൾ അനൂപ് പറഞ്ഞു, സാർ വന്നില്ലെങ്കിൽ ഈ സിനിമ ഞാൻ ചെയ്യില്ല. ഇത് മുടങ്ങിയാൽ അതിന്റെ പാപം ഞാൻ സാറിന്റെ മുകളിലിടും. സാർ ഇല്ലെങ്കിൽ ശോഭന മാഡത്തിന്റെ ഡേറ്റും എനിക്ക് വേണ്ട. ഈ സിനിമ നിർത്തുന്നു. അനൂപിന്റെ വാക്കുകൾ മനസ്സിൽ കൊണ്ടു. അവിടെ എനിക്ക് വാശി വന്നു. സന്ദർശകനോട് മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോവുക, ഞാൻ ഇത് ചെയ്തിരിക്കും. പിറ്റേ ദിവസം ഞാൻ ചെന്നൈക്ക് പോയി. അപ്പോഴും എനിക്ക് അഡ്വാൻസ് ഒന്നും തന്നിരുന്നില്ല. 2 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ 10,000 രൂപ അഡ്വാൻസ് തന്നിട്ട് സാർ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ എന്ന് അറിയിച്ചു. അനൂപാണ് ആ പൈസ എനിക്ക് തരുന്നത്. അത് മതി എന്ന് പറഞ്ഞിട്ടാണ് വരനെ ആവശ്യമുണ്ട് പൂർത്തിയാക്കുന്നത്. ഞാൻ സിനിമ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. അത് ആരാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇപ്പോൾ വിമർശിക്കുന്നവർ ഞാൻ മരിച്ചാൽ എല്ലാം തിരുത്തി പറയും. അന്ന് അവർ എന്റെ നല്ല പ്രവർത്തികളുടെ ചരിത്രവും സത്യസന്ധതയും ചികഞ്ഞെടുക്കും. അപ്പോൾ അതെല്ലാം മുകളിൽ നിന്ന് ഞാൻ കേട്ടുകൊള്ളാം. ഞാൻ എന്റെ മകൻ ഗോകുലിനെ ഒരു തരിമ്പ് പോലും സിനിമയിൽ സഹായിച്ചിട്ടില്ല. അവന് വേണ്ടി ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി പോലും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ഗോകുലിന്റെ ഒരു സിനിമ മാത്രമാണ് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടത്. അതും ഭാര്യ നിർബന്ധിച്ചിട്ടാണ്. അവന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കുഞ്ഞിന് മാനസികമായ പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇര കാണാൻ പോയത്. അത് കണ്ടപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നിപ്പോയി. എന്റെ കുഞ്ഞിന്റെ ക്രിയേറ്റീവ് സൈഡ് എങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ അച്ഛനെന്ന രീതിയിൽ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തോന്നി. സുരേഷ് ഗോപി പറഞ്ഞു നിർത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.